സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 101ാമത് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 13ാമത്തെയും 14ാമത്തെയും റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന സീരിയൽ താരങ്ങളായ വൈഷ്ണവിയും കിഷോറും ഈ എപ്പിസോഡിലും തുടരുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു സീരിയലിൻ്റെ ഓഡിയോ ലോഞ്ച് കൂടെ നടക്കുന്നുണ്ട്. ഫിനാലയോട് അടുക്കുമ്പോൾ കിട്ടുന്ന ഓരോ മാർക്കുകളും ഓരോ കണ്ടസ്റ്റൻസിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പുറകിൽ 8ാമത് നിൽക്കുന്ന ദിൽരാജിൻ്റെ മത്സരമാണ് ആദ്യം. ആൽബം സോങ് റൗണ്ടിൽ മലയാളി എന്ന സൂപ്പർ ഹിറ്റ് ആൽബത്തിലെ ഒരു ഗാനമാണ് ദിൽരാജ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വിനീത് ശ്രീനിവാസനും ജെയ്ക്സ് ബിജോയും ചേർന്ന് പാടിയ മിന്നലഴകെ മിന്നുമഴകെ എന്ന അതിമനോഹരമായ ഗാനമാണ് ദിൽരാജ് പാടുന്നത്. വളരെ ക്ലാസി ലുക്ക് നൽകി സ്റ്റൈലിഷായി തൻ്റെ ഗിറ്റാറുമായാണ് ദിൽരാജ് പെർഫോം ചെയ്യാനെത്തിയത്. ശ്വേതയും സാധികയും ചേർന്ന കോറസ് ഈ പാട്ടിന് വളരെ മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നൽകി. ദിൽരാജിൻ്റെ നില കൂടുതൽ പരുങ്ങലിലാക്കി 98.5 മാർക്ക് മാത്രമേ ഈ പെർഫോമൻസിന് ലഭിച്ചുള്ളൂ. ഈ പെർഫോമൻസോടുകൂടി ഏറ്റവും അവസാനം 8ാം സ്ഥാനത്തുള്ള ദിൽരാജ് താൽക്കാലികമായി 5ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. 3 പേർ ഇനിയും പെർഫോം ചെയ്യാൻ ബാക്കിയുള്ളത് കൊണ്ടാണിത്. ദിൽരാജ് എലിമിനേറ്റ് ആവുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അടുത്തതായി വരുന്നതും ഒരു ആൽബം സോങ് പാടി തന്നെയാണ്. തീർത്ഥയാണ് എത്തുന്നത്. സുപ്രസിദ്ധ ഗായിക ആശാ ഭോസ്ലെജിയുടെ മീരജ് ഈ ഗസൽ എന്ന ആൽബം സമാഹാരത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് തീർത്ഥ സെലക്ട് ചെയ്തിട്ടുള്ളത്. സലോനാസ സജന എന്ന എവർഗ്രീൻ ഹിറ്റ് ആൽബം സോങ് ആണ് തീർത്ഥ പാടുന്നത്. ചില പോർഷൻസൊക്കെ അതിമനോഹരമായി പാടിയെങ്കിലും അതിനിടയിൽ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ കൊണ്ടുവന്നത് കുറച്ച് അരോചകമായി തോന്നി. ആവശ്യമില്ലാത്ത സ്ഥലത്തും ഈ അടുത്തായി ഇന്നോവേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. 99 മാർക്കേ തീർത്ഥയ്ക്ക് ലഭിച്ചുള്ളൂ ഈ പാട്ടിന്. റാങ്ക് ടേബിളിൽ 7ാം സ്ഥാനത്തുണ്ടായിരുന്ന തീർത്ഥ അങ്ങനെ 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്, ശിവപ്രിയയുടെ പുറകിൽ. അടുത്തതായി ഒരു ഓഡിയോ ലോഞ്ച് സെഗ്മെന്റ് ആണ്. ഏഷ്യാനെറ്റിൻ്റെ ജനപ്രിയ സീരിയലായ പവിത്രത്തിൻ്റെ 2ാം ഭാഗം ഓഡിയോ ലോഞ്ചിന് വേണ്ടിയാണ് അതിൻ്റെ താരങ്ങളും അണിയറ പ്രവർത്തകരും എത്തിയിട്ടുള്ളത്. ഇത്തവണ പവിത്രം 2 ഹോട്ട്സ്റ്റാറിൽ ലോങ് റണ്ണിംഗ് സീരിയൽ LRS എന്ന കാറ്റഗറിയിലാണ് എത്തുന്നത്. ലീഡ് പേയേഴ്സ് ആയിട്ടുള്ള വിക്രമും വേദയും എത്തിയിട്ടുണ്ട്. ഇതിലെ മനോഹരമായ പാട്ട് പാടിയിട്ടുള്ള ചിത്ര ചേച്ചിയാണ് ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നത്. 5 മനോഹരമായ പാട്ടുകളുള്ള ഈ സീരീസിൽ ചിത്ര ചേച്ചിയും സീസൺ 9-ലെ അനുശ്രീയും കൃഷ്ണശ്രീയും എല്ലാം പാടിയിട്ടുണ്ട്. ഇതിലെ അമ്മക്കിളി കുഞ്ഞോളെ എന്ന അതിമനോഹരമായ ഗാനം കൃഷ്ണശ്രീ പാടുകയുണ്ടായി. ഓഡിയോ ലോഞ്ചിന് ശേഷം ചിത്രചേച്ചിയും അനുശ്രീയും കൂടി രാച്ചില്ലമേൽ ചായുന്നിത എന്ന മനോഹരമായ ഗാനം ആലപിച്ചു. കേട്ടപ്പോൾ തന്നെ അതിമനോഹരമായിരുന്നു ഈ ഗാനങ്ങൾ. അനുശ്രീയുടെ സൗണ്ട് വീണ്ടും കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സ്റ്റാർ സിംഗറിലെ കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടുന്നത് നമുക്കേവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലുള്ള മികച്ച അവസരങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുശ്രീയുടെ സൗണ്ട് കുറച്ച് കൂടുതൽ മെച്യൂറായി തോന്നുന്നുണ്ട്. ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസുകളൊക്കെ ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം. ജാനകി അമ്മയുടെ പാട്ടുകൾ അതിമനോഹരമായി പാടിയിരുന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അടുത്തതായി പാടാനെത്തുന്നത് കൃഷ്ണശ്രീയും വിധുരാജും ഡ്യുവറ്റ് റൗണ്ടിലാണ്. കൗരവർ എന്ന സൂപ്പർ ഹിറ്റ് മമ്മൂട്ടി ചിത്രത്തിലെ ഗാനമാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ അടുത്തായി 4ാമത് ദേശീയ പുരസ്കാരം ലഭിച്ച മമ്മൂക്കയ്ക്കുള്ള ഒരു ഡെഡിക്കേഷൻ ആയിട്ടാവട്ടെ ഈ ഗാനം. കനകനിലാവേ തുയിലുണരു എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇവർ 2 പേരും ചേർന്ന് പാടുന്നത്. പാടിയതൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷേ വരികൾ മുഴുവൻ തിരിച്ചും മറച്ചുമാണ് 2 പേരും പാടിയത്. വിധു ആകെ കിളി പോയ അവസ്ഥയിലാണ്. വരികളെല്ലാം തിരിച്ചും മറച്ചുമാണ് പാടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തായി, കൃഷ്ണശ്രീയുടെ പാട്ടുകൂടെ തെറ്റിച്ചു. ഇതുവരെ പാടിയതിലൊന്നും വരികൾ തെറ്റിക്കാത്ത കൃഷ്ണശ്രീ വിധു പാടുന്നതിനനുസരിച്ച് പാടി വരികൾ കൂടെ തെറ്റി. അതുകൊണ്ട് തന്നെ മാർക്ക് കുറവാണ് ലഭിച്ചത്. വിധുവിന് ഈ പാട്ടിന് ലഭിച്ചത് 98 മാർക്കാണ്. കൃഷ്ണശ്രീക്ക് ആവട്ടെ 99 മാർക്കും ലഭിച്ചു. തെറ്റുപറ്റിയ വിധുവിനെ കൃഷ്ണശ്രീ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. ഈ പെർഫോമൻസോടുകൂടി 7ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തിയ റാങ്ക് ടേബിളിൽ കൃഷ്ണശ്രീ. വിധു ഒരു റൗണ്ട് കൂടെ എക്സ്ട്രാ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. വിധു ഇന്നലെയും ഇന്നും പാടി 14ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വൈശാഖന്റെ 13ാമത് റൗണ്ട് പാടാൻ ബാക്കിയാണ്. ഈ ആഴ്ചയിലെ പെർഫോമറായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അർജുനെയാണ്. അർജുന് മാത്രമേ ഗോൾഡൻ സ്റ്റാർ ലഭിച്ചിട്ടുള്ളൂ. ഹൈലൈറ്റ് പെർഫോമർ ഓഫ് ദ വീക്കും ലഭിച്ചത് അർജുന് തന്നെയാണ്.
രണ്ടും കൂടെ ചേർത്ത് 30,000 രൂപയാണ് ഒറ്റയടിക്ക് അർജുന് ലഭിക്കുന്നത്. പ്രാവശ്യം കോൾ അടിച്ചത് അർജുനാണ്. ഗോൾഡൻ മൊമെൻ്റ് ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ചിത്ര ചേച്ചിയും മറ്റെല്ലാവരും കൂടെ ചേർന്ന് കനകനിലാവേ തുകിലുണരൂ എന്ന ഗാനം പാടിയതാണ്. ചിത്ര ചേച്ചിക്കൊപ്പം ആ ഫ്ലോറിലുള്ള എല്ലാവരും ചേർന്ന് പാടുകയാണ് ഉണ്ടായത്. എന്തായാലും ഫൈനൽ 5 മാത്രമേ ഉണ്ടാകൂ, ഫൈനൽ 6 ഉണ്ടാവില്ലെന്നാണ് സൂചന. മിഥുൻ പറയുന്നുണ്ടായിരുന്നു ഫൈനൽ 5 സെലക്ട് ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എലിമിനേറ്റ് ആവാൻ ഏറ്റവും സാധ്യതയുള്ളത് ദിൽരാജും വിധുരാജുമാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്